ഞാൻ ഇന്നലെ ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ അപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ SSLC വിദ്യാർത്ഥികളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞുകൊണ്ട് 2,30,000 കുട്ടികളാണ് ഇപ്പൊ ഈ ലൈവായിട്ട് പറയാലോ, 2,30,000 കുട്ടികളാണ് ഇപ്പൊ അത് കണ്ടത്. പക്ഷെ അതിനേക്കാൾ അപ്പുറത്തേക്ക് ഏറ്റവും കൂടുതൽ ഷെയർ ഉണ്ടായി, കൂടുതൽ ലൈക്ക് ചെയ്തു, കൂടുതൽ കുട്ടികളെ കമന്റും ചെയ്തു. കാരണം അത്രമേൽ പ്രയാസകരമാണ് ഈ വർഷത്തെ 10ാം ക്ലാസ്സിലെ അവസ്ഥ എന്നുള്ളത് ഇത് തന്നെ ഒരു സൂചനയാണ്. അത് ആരുടെയും തെളിയിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയുടെ ഫേസിലേക്ക് ഒന്ന് നോക്കിയാൽ മതി. ആ കുട്ടിയുടെ മുഖത്ത് നിങ്ങൾക്കൊരു സങ്കടം കാണാം, ഒരു ടെൻഷൻ കാണാം. അതെന്താണെന്നറിയോ? അവർക്കറിയില്ല എന്ത് ചെയ്യണമെന്നുള്ളത്. പരീക്ഷണങ്ങൾ അവർക്കു മേലാണ് പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത്രമൊരു ബാച്ചാണ് നമ്മുടെ ഈ വർഷത്തെ SSLC 2025-26. എവിടെ തുടങ്ങണമെന്നറിയാതെ എവിടെ അവസാനിപ്പിക്കണമെന്നറിയാതെ നിൽക്കുന്ന കുട്ടികളാണ്. സാന്ത്വനിപ്പിക്കാൻ ചുറ്റുഭാഗത്തുള്ള ഒരാളും തയ്യാറാവുന്നില്ല, അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കുന്നില്ല. പക്ഷെ നിങ്ങൾ കണ്ടോ, മാർച്ചിലെ പരീക്ഷ കഴിഞ്ഞിട്ട് മെയ് മാസത്തിൽ റിസൾട്ട് വരുമ്പോൾ ചോദിക്കും എത്ര A+ കിട്ടി, അത്രേ കിട്ടിയിട്ടുള്ളൂ, എന്തേ പഠിച്ചില്ലേന്ന് ചോദിക്കും. കഴിഞ്ഞ കൊല്ലമൊക്കെ ഇന്ന ആൾക്കാർക്ക് ഇത്ര A+ ഉണ്ടല്ലോ എന്ന് പറയും. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അല്ല ഇപ്പം എടുക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ. കഴിഞ്ഞ വർഷത്തെ കുട്ടികൾ ഈ വർഷം പരീക്ഷ എഴുതിയിരുന്നെങ്കിൽ മേ ബി അവർ പൊട്ടിപ്പോയാണ്. അമ്മാതിരി ക്വസ്റ്റ്യൻ പേപ്പർ. എന്തായാലും പഠിച്ചാലേ രക്ഷയുള്ളൂ, ഇതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. ഹാർഡ് വർക്ക് നന്നായിട്ട് എടുത്തോ.